ത്രിയേക ദൈവത്തിന് സ്തുതി. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ ജിജ്ഞാസയോടെയാണ് തൻ്റെ ഗുരുവിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയതിൻ്റെ കഥ ശിഷ്യന്മാർ ആരാഞ്ഞത്. എല്ലാവരെയും പോലെ 2 കണ്ണുള്ളവനായിട്ടാണ് താൻ ജനിച്ചതെന്നും അതിൻ്റെ കാഴ്ച പോയതിൻ്റെ പിന്നിലെ കഥയും ഗുരു പറയുവാൻ തുടങ്ങി. തനിക്ക് ഒരു ഉറ്റ ചങ്ങാതി ഉണ്ടായിരുന്നു. കടബാധ്യത മൂലം നാട് വിടേണ്ടി വന്ന ഒരു ചങ്ങാതി. നാട് വിട്ടു പോകുന്നതിൻ്റെ തലേ രാത്രി എന്നെ കാണാൻ വന്നു. പുലരുവോളം ഞങ്ങൾ പലതും വർത്തമാനം പറഞ്ഞിരുന്നു. വയറെ സമാധാനിപ്പിച്ചു, വാരിപ്പുണർന്നു. പുലർന്നപ്പോൾ തെരുവിൻ്റെ അങ്ങേ തലയ്ക്കൽ അവന് കൂട്ടുപോയി. തിരിച്ചു വന്നപ്പോൾ കണ്ണാടിയിൽ ഞാൻ നോക്കി എന്നെ കണ്ടത് എൻ്റെ 2 കണ്ണുകളിൽ ഒന്ന് മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ. ഉറ്റ ചങ്ങാതിയുടെ വേദന കണ്ടിട്ട് നിറയാത്ത ഈ കണ്ണ് തനിക്കെന്തിന് എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആ കണ്ണിൻ്റെ കാഴ്ച പോയി. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ആകേണ്ടത്. ഉറ്റ ചങ്ങാതിയുടെ വേദന കേൾക്കുമ്പോൾ നമ്മളുടെ കണ്ണുകളും ഹൃദയവും നിറയണം. ഓരോ കുഞ്ഞും ഉള്ളിൽ വളരുന്നത് അമ്മയെ ഭക്ഷിച്ചാണ്. കുഞ്ഞിൻ്റെ ആദ്യത്തെ വിരുന്ന് അമ്മയാണ്. പിറവിക്ക് ശേഷവും കുറേ അധികം കാലം കുഞ്ഞിന് അമ്മയാണ് ഭക്ഷണം. അമ്മയുടെ രക്തം സ്നേഹം കൊണ്ട് വെളുത്തുപോയതാണ് മുലപ്പാൽ എന്ന് കവികൾ. നിന്റെ ഉള്ളിലെ ക്രിസ്തുബോധം ഓരോ നിമിഷവും ഉള്ളിലിരുന്ന് നിന്നെ കീഴ്പ്പെടുത്തണം. ക്രിസ്തു മേരിയെ ഭക്ഷിച്ച് വലുതായെന്ന ചിന്ത തന്നെ എത്രയോ വലുതാണ്. നമ്മുടെ കാലത്തിലെ പ്രശ്നം ക്രിസ്തു ആരെയും ഭക്ഷിക്കുന്നില്ല എന്നതാണ്. ഒരാഭരണം പോലെ പ്രാർത്ഥനകളിൽ അണിയുകയും പിന്നീട് അഴിച്ചു മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒന്നായി ക്രിസ്തു നമ്മുടെ ഇടയിൽ. ക്രിസ്തു എനിക്കും നിനക്കും പുറത്തുള്ള ഒരാളല്ല, മറിച്ച് ഒരാന്തരിക സാധ്യതയുടെ പേരാണ്. അതെ, ക്രിസ്തുഭാവം ഉള്ളവരായി മാറുക. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും പോലെ ആയിരിക്കണം മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹം. അപ്പോൾ ക്രിസ്തു നമ്മെ ഭക്ഷിച്ചു തുടങ്ങും. 50 ദിവസം വിശുദ്ധ നോമ്പ് ഭക്ഷണ ക്രമീകരണത്തിൻ്റെ മാത്രം നാളുകളായി മാറരുത്. യേശുദേവന്റെ സ്നേഹം പോലെ ശിഷ്യന്മാർക്കായി കനലിൽ അപ്പവും മീനും ചുട്ട് പ്രാതലൊരുക്കി കാത്തിരുന്നത് പോലെ നമ്മളുടെ സ്നേഹിതൻ്റെ ഒറ്റപ്പെടലിനെ, വിശപ്പിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ സ്നേഹിതനെ ചേർത്ത് പിടിക്കുവാനുള്ള വിശപ്പിനെ നമ്മൾ തിരിച്ചറിയണം. ഈ നോമ്പ് കാലം നമ്മൾ സ്നേഹത്തിൻ്റെ കനലിനെ തിരിച്ചു പിടിക്കുവാനുള്ള കാലമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭദിനം നേരുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ച